ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈസൽ വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭവം വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ ഉറക്കം തൊട്ട് നമ്മുടെ വാർത്താ ചാനലുകളിലെല്ലാം കാണുന്നതാണ്. വേടൻ ബലാത്സംഗ കേസിന് അറസ്റ്റിലായി എന്നൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് വേടൻ. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ബലാത്സംഗം കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണ്. അത് എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും നമ്മുടെ ചാനൽ ഒന്ന് എനേബിൾ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്കായിട്ട് വരും. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് സബ് ചെയ്ത് കൂടിയ എനിക്കും നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും ഒരു സന്തോഷവും കാര്യങ്ങളും കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറുടെ പരാതിയെ തുടർന്ന് തൃക്കാക്കര പോലീസ് കേസെടുത്തു. ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. വിശദാംശങ്ങൾ വൈശാഖ് കോമാട്ടിൽ നൽകും. വൈശാഖ്, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ബിഞ്ചു, 2021 മുതൽ 23 വരെ അതിൽ പല ഘട്ടങ്ങളിലായി തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവ ഡോക്ടറുടെ പരാതിയിലുള്ളത്. 2021 അന്ന് ഇവർ PG വിദ്യാർത്ഥിനിയായിരുന്നു. കോഴിക്കോടായിരുന്നു പഠിച്ചിരുന്നത്. വേടന്റെ ഈ പറയുന്ന പാട്ടുകളും അതെല്ലാം കണ്ട് സന്ദേശം അയച്ചു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് വേടനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഫോൺ നമ്പർ കൈമാറി. അങ്ങനെ ഒരു ദിവസം ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ കുറിച്ച് വന്നൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനെന്ന രീതിയിൽ വേടൻ വിളിക്കുന്നു. അങ്ങനെ വേടൻ വിളിച്ചതിന് ശേഷം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കാണാനായി കോഴിക്കോട് എത്തിയെന്നും അവിടെ വെച്ചാണ് അന്ന് ബലാത്സംഗം ചെയ്തുവെന്നും ഇതിനുശേഷം പിന്നീട് ഇത് പുറത്തു പറയരുത്, താൻ വിവാഹം കഴിക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകുകയും ചെയ്തു. പിന്നീട് ആ ബന്ധം പിന്നീട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നതോടുകൂടിയാണ് രംഗത്ത് വരാൻ കാരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് തൃക്കാക്കര പോലീസിലെത്തി ഈ യുവ ഡോക്ടർ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ്. അപ്പോൾ വേടനെതിരെ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളുമായിട്ട് വാർത്താ ചാനലുകളിൽ ഈ പറയുന്ന കണക്ക് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് വേടൻ ഒരിക്കൽ അറസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ചുരുക്കം ഒരു മാസം 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ കഞ്ചാവ് കേസുമായിട്ട് അറസ്റ്റിലായി. തിരിച്ച് വന്നപ്പോഴും വേടൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ആ ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഉപയോഗിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിൽ നല്ലൊരു സന്ദേശം തന്നെയാണ് നമുക്ക് വേടൻ തന്നിട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ, വേടനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി കോഴിക്കോട് സ്വദേശിനിയാണെന്ന് പറയുന്നുണ്ട്. PGക്ക് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്നും പറയുന്നുണ്ട്. 2021 മുതൽ 23 വരെ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നതല്ല പറയുന്നത്. അപ്പോൾ തൃക്കാക്കര പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. കേസെടുത്ത് വേടനെ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും എല്ലാം തുടർ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം 2021 മുതൽ 23 വരെ കുട്ടീനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് 2021 മുതൽ 23 വരെ പീഡിപ്പിക്കുന്നത്? 2021 സ്റ്റാർട്ടിങ്ങിലൊക്കെ വേടനുമായിട്ടുള്ള ഒരുപാട് പാട്ടും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട ഈ ഒരു പെൺകുട്ടി വേടനെ വിളിക്കുകയും വേടനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ആ ഒരു രീതിയിൽ അവർ തമ്മിൽ നല്ല രീതിയിലൊരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു ഇവരുടെ തുടക്കത്തിലുള്ള ഒരു കമ്പനി. ആ ഒരു കമ്പനിക്ക് ശേഷം ഒരു ഇൻസ്റ്റാഗ്രാമിലിട്ട് ഒരു വേടന്റെ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ വേടൻ വിളിച്ചു വരുത്തുകയും തന്നെ റൂമിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു, ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ പരാതി. അപ്പോൾ ഇത് പുറത്ത് പറയരുത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിച്ചോളാം, നീ ആരടുത്തും പറയരുത് എന്നുള്ള രീതിയിലാണ് പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് ഈ ഒരു 3 കൊല്ലം തുടർച്ചയായിട്ട് പീഡിപ്പിച്ചു എന്നാണ് കുട്ടിയുടെ അലിഗേഷൻ. ഇത് എന്തുമാത്രം സത്യമുണ്ട് അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ വരും നാളുകളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തുടരന്വേഷണം വഴി നമുക്ക് ഇതെല്ലാം അറിയാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് വാർത്താ ചാനലിൽ തിളങ്ങി നിൽക്കുന്നത് രേണുസുതി പോലുള്ള ഓരോ ചാപ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും വാർത്തകൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മാപ്രകൾക്ക് വീണ്ടും സംസാര വിഷയമാക്കാനായിട്ടുള്ള ഒരു വ്യക്തിത്വം ആണ് നമ്മുടെ ഈ പറയുന്ന കണക്ക് നമ്മുടെ വേടൻ എന്ന് പറയുന്നത്. ഇപ്പോ ബാക്കിയും കൂടെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാലതാമസം ചോദിച്ചപ്പോൾ മറുപടിയും അതിൽ പറയുന്നുണ്ട്. കാരണം അതിനുശേഷം വലിയ രീതിയിലുള്ള ഡിപ്രഷനിലായി. കൂടാതെ പരാതി നൽകിയാൽ അതിനെതിരെ മുന്നോട്ട് പോകുന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പരാതി നൽകാൻ വൈകിയത്. താൻ വലിയ രീതിയിലുള്ള മാനസിക സംതൃപ്തിയായുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും തൃക്കാക്കര പോലീസ് ഇപ്പോൾ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ്. അതായത് വൈശാഖ്, ഒരു ആരാധിക എന്ന രീതിയിൽ പരിചയപ്പെട്ടു, പിന്നീട് ആ ബന്ധം വളർന്നു. പക്ഷേ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ലംഘിച്ചു. അപ്പോൾ ഒരു പരാതിയുമായി വന്നിരിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ?
തീർച്ചയായും 2023 ജൂലൈയിലാണ് ഏറ്റവും അവസാനം സംസാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ ദേഷ്യത്തിൽ പല ഘട്ടങ്ങളിലും ദേഷ്യം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഈ പറയുന്ന ഒരു ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പരാതിയുമായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബത്തിന്റെ അടക്കം പിന്തുണയോട് കൂടിയാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ഈ വാർത്താ ചാനലിൽ കണ്ടതുപോലെ 2021 മുതൽ 23 വരെ ഇവര് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെന്നും പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നും ബലാത്സംഗത്തിൽ ഇരയായിട്ടുണ്ടെന്നും എല്ലാം ഈ കുട്ടി പറയുന്നുണ്ട്. 2021 ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെയാണ് ഈ പറയുന്നത് കണക്ക് റൂമിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു കുട്ടീൻ്റെ കുട്ടി പറയുന്ന ഒരു വ്യക്തമാക്കുന്ന ഒരു കാര്യം. 2021 ഫസ്റ്റ് മീറ്റിങ്ങിന് ഒരു പോസ്റ്റുമായിട്ട് വേടനെ പറ്റിയുള്ള ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം വഴി ഇടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വിളിച്ചു വരുത്തുകയും അങ്ങനെ റൂമിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് കുട്ടി പറയുന്നത്. എടാ, ഇപ്പം എനിക്ക് നിന്നെ അറിയാം, മനസ്സിലായില്ലേ? എനിക്ക് ഒരു വ്യക്തിനെ അറിയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്നെ അറിയാം. അപ്പം ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന്, നിങ്ങൾ ഇൻഫ്ലുവൻസർ അല്ല എന്നാലും ഇൻഫ്ലുവൻസർ ആണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റി ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എന്നെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്നെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗുമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വിളിച്ചു വരുത്തി ഫസ്റ്റ് ദിവസം ബലാത്സംഗം ചെയ്യുകയാണ്. അപ്പോഴേ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്താണ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ആരും പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അത്രയും ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട്, ബലാത്സംഗം എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്, ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിനെ വീണ്ടും ഇഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. ആ ഒരു ഫസ്റ്റ് 21 തന്നെ, ആ 2021 തന്നെ അങ്ങനെ ഒരു കേസ് കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരു കേസ് കൊടുക്കാതെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു വാക്കുകൊണ്ട് 3 കൊല്ലം ഈ പറയുന്ന കണക്ക് പീഡനത്തിനെതിരെയായിട്ടുണ്ട് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. ഇനിയിപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ, 2023 വരെ പീഡിപ്പിച്ചു എന്ന് തന്നെ വെച്ചോ. എന്തിനാണ് ഈ 2 കൊല്ലം വീണ്ടും വെയിറ്റിംഗ് പീരീഡിൽ നിന്നത്? ഇപ്പം 2025 ഈ 2 കൊല്ലം എടുത്തു ഒരു കേസ് കൊടുക്കാനായിട്ട്. സംഭവം പുതുതായിട്ട് ഇപ്പം വേടന് ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉള്ളത് പബ്ലിക്കായിട്ട് എന്നെ അത് ഇട്ട ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം വേറൊരു ഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അട്രാക്ഷനോ ഒരു ലവിൻ്റെ രീതിയിലോ എന്തെങ്കിലും ഒരു രീതിയിൽ ഈ കുട്ടിയായിട്ട് ഒരു ബന്ധം കാണുമായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പേരിലായിരിക്കാം, ചിലപ്പം അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലാതിരിക്കത്തില്ല. അല്ലാതെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ മീൻസ് അത് എന്താണെന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എന്തായാലും ഈ ഒരു കേസ് എവിടം വരെ പോകും, ഇപ്പം പുതിയൊരു ചാപ്റ്റർ പൊങ്ങി വന്നത് എത്ര ദൂരം പോകും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഇതുപോലത്തെ ഓരോരോ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഈ സൊസൈറ്റിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പുറമേ കാണുന്നത് ഇതിപ്പോൾ സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു പറയാനുള്ളത്, നമ്മുടെ ജീവിതം ഈ പറയുന്ന കണക്ക് സീരിയലിൽ കാണുന്നതോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് ഒക്കെ വരാൻ പോകുന്ന ബിഗ് ബോസിൽ കാണുന്നതോ ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല അവരുടെ റിയൽ ക്യാരക്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പുറമേ നമുക്ക് കാണുന്ന ഒരു വ്യക്തിയല്ല അവരുടെ. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് വഴി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല എൻ്റെ യഥാർത്ഥ ക്യാരക്ടർ. എൻ്റെ യഥാർത്ഥ ക്യാരക്ടർ ഞാൻ ചിലപ്പോൾ വീട്ടിൽ വഴക്കൂടുന്ന ഒരു വ്യക്തിയായിരിക്കാം, വീട്ടിൽ ഈ പറയുന്ന കണക്ക് നല്ലൊരു കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു നല്ലൊരു വ്യക്തിയായി മാറും, മനസ്സിലായില്ലേ? എൻ്റെ വീടിനെയൊക്കെ നോക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് നെഗറ്റീവായിരിക്കാം. നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കുമ്പോൾ വീട്ടിൽ നെഗറ്റീവായിരിക്കാം. അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഒരു രണ്ട് രീതിയിലുള്ള ക്യാരക്ടർ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ തീർത്തും പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരാളെ വിലയിരുത്തേണ്ടത് ഒരാളുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ടോ ഒരാളുടെ ഒരു വീഡിയോസോ ഒരു റിയാലിറ്റി ഷോയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല. അപ്പോൾ അയാളെ മനസ്സിലാക്കുന്നതും ആരാധിക്കുന്നതും നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുക. പബ്ലിക്കിലായിട്ട് ഒരുപാട് ഒരാളെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ തന്നെയാണ് അവരെ ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ വരുമ്പം വലിച്ച് താഴെ ഇറക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കൂടെയൊക്കെ എന്താണെന്നുള്ളത് വരും നാളുകളിലും വരും മണിക്കൂറുകളിലും നമുക്കറിയാം. അതുവരെ ഹേസൽ വ്ലോഗ്സ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണമെന്ന് നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊള്ളുന്നു. ബൈ ബൈ. ഹേസൽ വ്ലോഗ്സ് സൈനിങ് ഓഫ്.